ഗൈസ് നമ്മൾ ഇന്ന് സെഡാർ ക്രീക്ക് ഫോൾസിലാണുള്ളത്. ഇത് മോർട്ടൺ ബേ സിറ്റി കൗൺസിലിൽ ഉള്ളൊരു ഓഫ് ബീറ്റ് ലൊക്കേഷനാണ്. നമ്മൾ താമസിക്കുന്ന ബ്രിസ്ബനിൽ നിന്ന് ഏകദേശം ഒരു അറൗണ്ട് 40 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. സിറ്റിയുടെ നോർത്ത് സൈഡിലേക്കാണുള്ളത്. വലിയ ഇച്ചിരി ലേശം ഡിഫിക്കൽട്ട് ട്രക്കാണെന്നാണ്, ഹാർഡ് ട്രക്കാണെന്നാണ് മാപ്പിൽ കിടക്കുന്നത്. അതുപോലെ ഇവിടെ നെറ്റ്വർക്കില്ല. പിന്നെ അധികം ആൾക്കാർ വന്നവരുണ്ട്, അവിടെ ആൾക്കാർ അധികം ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വരുന്നവരുടെ എണ്ണം കുറവാണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും അവിടെ വന്ന് ഇഷ്ടംപോലെ വാട്ടർഫോൾസ് പോലത്തെ സാധനങ്ങളുണ്ട്. അവിടെ ആയിട്ട് വന്ന് ആൾക്കാർ ഇറങ്ങി കുളിക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇതാകെപ്പാടെ ട്രക്കിൻ്റെ ലെങ്ത് മാപ്പി കിടക്കുന്നത് ഏതാണ്ട് 1 എത്ര കിലോമീറ്ററിനേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇത് 2 ട്രെയിലാണ് മൊത്തത്തിലുള്ളത്. സെഡാർ ക്രീക്ക് ട്രെയിൽസും പിന്നെ അതിൻ്റെ അപ്പുറം ലവ് ക്രീക്ക് ട്രെയിലോ അങ്ങനെ എന്തോ മൊത്തത്തിൽ 2 ട്രെയിലുണ്ട്. അപ്പോൾ രണ്ടുകൂടെ ആണെങ്കിൽ 4 കിലോമീറ്റേഴ്സും ഒരെണ്ണം മാത്രമാണെങ്കിൽ 1 കിലോമീറ്റർ എന്നാണ് കിടക്കുന്നത്. നമ്മൾ ഇന്ന് ഒരെണ്ണം മാത്രം ചെയ്യുന്നുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റായി. പക്ഷേങ്കിൽ ഇതൊരു ഫൺ സംഭവം പോലെയാണ് തോന്നുന്നത്. അത്യാവശ്യം ചെറിയ രീതിയിൽ എന്താ പറയുന്നത്, ഇങ്ങനെ റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ പോലെ, റോക്ക് ക്ലൈമ്പിംഗ് എന്നില്ല, ബോൾഡറിംഗ് ഒക്കെ ചെയ്ത് വേണം എത്താൻ. നമുക്ക് അവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട് ലൊക്കേഷൻ നോക്കാം. ഇതുവരെ അടിപൊളിയാണ്. പക്ഷേ നമ്മളിങ്ങനെ പോകണ വഴിക്കുന്നുണ്ട് ഇതുപോലെ അടിപൊളി സ്വിമ്മിംഗ് ഹോൾസ് ആണുള്ളത്. ഇതിലേക്കൂടെ വേണമെങ്കിലും കയറാവുന്ന സൈഡിൽ കൂടെ വേറെ വഴി പോലെ കിടപ്പുണ്ട്. കറക്റ്റ് ഇവിടെ അങ്ങനെ എന്തോ ട്രെയിൽസ് അങ്ങനെ മാർക്കൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും എത്തുകയെന്ന് നോക്കി അവിടെ ചെല്ലുമ്പോൾ നോക്കി ഫോൾസ് കണ്ടാൽ മനസ്സിലാക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളങ്ങ് പോവാണ്. ചെറിയ വെള്ളച്ചാട്ടം പോലെ പോണ വഴിക്കൊക്കെ നമുക്ക് കാണാനുണ്ട്. പോയി നോക്കാം. ഇവിടെയൊക്കെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വാട്ടർഫോള്. ഇവിടെ വരെ നമ്മളെ തന്നെ അരമണിക്കൂർ എടുത്തു. അപ്പോൾ നമ്മൾ വഴി കണ്ട ആൾക്കാരോട് ചോദിച്ചു മറ്റേ രണ്ടാമത്തെ ട്രയൽ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര നേരം എടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇനി 1 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. അത് ഇച്ചിരി കാട്ടിക്കൂടെയൊക്കെ ഉള്ള സാധനമാണ്. അത് ലവ് ക്രീക്ക് ട്രയൽസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും നല്ല സ്വിമ്മിങ്ങിന് നല്ല സ്പോട്ടാണെന്ന് അവർ പറഞ്ഞത്. മറ്റേത് പോകണമെങ്കിൽ ഇച്ചിരി ടഫാണ് എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ ഇന്ന് മറ്റേത് എടുക്കുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ ഇരുട്ടിയൊക്കെ തുടങ്ങി, 4:30 ആയി. അത് കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോവാണ്. ദിസ് ഈസ് എ നൈസ് ആൻഡ് എന്താ പറയുക ഓഫ് ബീറ്റ് പ്ലേസ്. അപ്പോൾ ബ്രിസ്ബനിൻ്റെ അടുത്തുള്ള ഓഫ് ബീറ്റ് വാട്ടർഫോൾ ട്രയൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക.